ശ്രീ മധു മണിമല കുറച്ചുകൂടി വ്യക്തതയോടുകൂടി ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അങ്ങിന്ന് നടത്തിയ ഒരു വെളിപ്പെടുത്തൽ, അതിന്റെ തുടർച്ചയാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ തന്ത്രിമാരുമായി ബന്ധപ്പെട്ട് നേരത്തെയും തന്ത്രി കണ്ഠര് മോഹനർക്കെതിരെ ആരോപണം ഉയർന്നിരുന്നതാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. പിന്നീടാണ് രാജീവരെത്തുന്നത്. അപ്പോൾ ഈ തരത്തിൽ ഉള്ള ദൗർബല്യങ്ങൾ ഒരു ഘട്ടത്തിൽ തന്ത്രി കുടുംബവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വാർത്തയാണ്. അതിനോട് ചേർത്ത് വെക്കാവുന്ന ആരോപണമാണോ അങ്ങിപ്പോൾ ഉന്നയിക്കുന്നത്? എനിക്ക് പറയാൻ സമയം തന്നാൽ വ്യക്തമായിട്ട് ഞാൻ പറയാം. പറഞ്ഞോളൂ. കാരണം 2006 തന്ത്രി കേസുണ്ട്. പറയട്ടെ? ഓ പറയൂ ശ്രീ മധു മണിമല. 2006 തന്ത്രി കേസ് ഉണ്ടാകുന്നത്. 2006 തന്ത്രി കേസ് ഉണ്ടാകുന്നത്. തന്ത്രി കേസിൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ ശബരിമല സന്നിധാനത്ത് ഒരു റോപ്പ് വേ കൊണ്ടുവരാൻ വേണ്ടി അന്ന് ടാറ്റ കമ്പനിയാണെന്നാണ് എൻ്റെ ഓർമ്മ, ഒരു പ്ലാൻ കൊണ്ടുവന്നിരുന്നു. അത് ശബരിമല പമ്പയിലെ പന്തള രാജമണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് പരമ്പരാഗത പാത വഴി വലിയ നടപ്പന്തലിലെത്തിയിട്ട് അവിടുന്ന് നേരെ മാളികപ്പുറത്ത് അവസാനിക്കുന്ന രീതിയിലായിരുന്നു ഇതിൻ്റെ പ്രൊജക്റ്റ്. ഈ പ്രൊജക്റ്റിന് അന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, 350 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റായിരുന്നു. ആ പ്രൊജക്റ്റിന് തന്ത്രിയുടെ അടുക്കൽ ചെന്നപ്പോൾ തന്ത്രി അത് അനുമതി കൊടുത്തില്ല. തന്ത്രി അനുമതി കൊടുക്കാത്ത കാരണം അദ്ദേഹം പറഞ്ഞത് വാദം എന്ന് പറഞ്ഞാൽ ശബരിമല ക്ഷേത്രത്തിന് അത് ദോഷകരമാണ്, അയ്യപ്പൻ്റെ ശ്രീകോവിലിന് മേളിക്കൂടെയാണ് ഇത് പോകുന്നത്, അത് തെറ്റാണ്, അതിന് അംഗീകാരം കൊടുക്കാൻ പറ്റില്ല എന്ന് പറയും. ഇവർ പല കൂടി ശ്രമിച്ചിട്ടും അദ്ദേഹം സമ്മതിച്ചില്ല. അദ്ദേഹത്തിൻ്റെ അനുമതിയില്ലാതെ ഈ പ്രൊജക്റ്റ് നടക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ അവരൊരു ദേവപ്രശ്നം കൊണ്ടുവന്നു. പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണപ്പണിക്കരെ കൊണ്ടാണ് ഈ ദേവപ്രശ്നം നടത്തിച്ചത്. ഈ ദേവപ്രശ്നത്തിന് ഈ പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണപ്പണിക്കരെ കൊണ്ടുവന്നത് ശബരിമലയിലൊരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. ഞാൻ പേരെടുത്ത് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല. അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പത്തനംതിട്ട ബ്യൂറോ ചീഫായിരുന്ന മോഹനൻപിള്ളയാണ്. മോഹനൻപിള്ളയുടെ നേതൃത്വത്തിൽ ജി രാമൻ നായർ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് പരപ്പനങ്ങാടിയെ പോയി കണ്ട് പരപ്പനങ്ങാടിയെ കൊണ്ട് ദേവപ്രശ്നം നടക്കുന്നു. ഈ പരപ്പനങ്ങാടിയെ കൊണ്ട് ദേവപ്രശ്നം നടക്കുമ്പോഴാണ് ജയമാല ശബരിമല ശ്രീകോവിലിൽ കയറിയെന്നും അയ്യപ്പ വിഗ്രഹത്തിൽ തൊട്ടെന്നും പറഞ്ഞ് വിവാദം ഉണ്ടായത്. അതിൻ്റെ പിന്നാലെയാണ് ശബരിമല ഈ ദേവപ്രശ്നം കഴിഞ്ഞ് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് സമയം പോകും, ഞാനതിനെ ചുരുക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം ഈ തന്ത്രി കണ്ഠര് മോഹനർക്ക് എറണാകുളത്ത് ഒരു വീടുണ്ടായിരുന്നു. ആ വീട് വളരെ ചുരുങ്ങിയ വിലയ്ക്ക് ഒരു വിദേശ മലയാളി അതിന് വിറ്റതാണ്. വെറുതെ കുറേ കാലം ആ വീട് അവിടെ കിടക്കുന്നു. അദ്ദേഹം അറ്റകുറ്റപ്പണികൾ അവർക്ക് ചെയ്യിക്കുന്നു. അപ്പോൾ ഈ വീട് അദ്ദേഹത്തിൻ്റെ സഹായിയായിരുന്ന ശബരിമലയിലെ ഒരു സഹായിയായിരുന്ന ഒരാൾ മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും താഴോമ്പടത്ത് ചെല്ലും, ഇദ്ദേഹം അവരെ സഹായിക്കും. അപ്പോൾ അവർക്ക് ഈ വീട് താമസിക്കാൻ കൊടുക്കാം, നിങ്ങളവിടെ തൂത്ത് വൃത്തിയാക്കി ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ തന്ത്രിയോട് ചെല്ലാൻ പറഞ്ഞു. തന്ത്രി ഇവരോട് എറണാകുളത്ത് വരാൻ പറഞ്ഞു. താഴോൺമഠത്തിൽ നിന്നും തന്ത്രി മോഹനരും അദ്ദേഹത്തിൻ്റെ ഭാര്യ ആശാ മോഹനരും വണ്ടിയിൽ കയറി പോകാൻ തുടങ്ങുമ്പോഴാണ് കണ്ഠര് മഹേഷ് മോഹൻ അന്ന് ബിലീവേഴ്സ് ചർച്ച് സ്കൂളിൽ പഠിക്കുക, എക്സ്കർഷൻ പോയിട്ട് അവിടെ വന്ന് ഇറങ്ങുന്നു. അമ്മ ഇപ്പോൾ പോയാൽ എങ്ങനെയാണ്, അതിൻ്റെ കൂട്ടുകാരൊക്കെ അവർക്ക് ചായയൊക്കെ എടുക്കണ്ടേ, മുത്തശ്ശി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആശ ചേച്ചി വണ്ടിയെ കയറിയിട്ട് ഇറങ്ങി. ഡ്രൈവറും മോഹനും തന്ത്രി കൊണ്ട് അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നപ്പോൾ അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ പിന്നെ പാലാരിവട്ടത്തല്ല വളഞ്ഞവട്ടം ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിൻ്റെ വടുക്ക നിൽക്കാൻ പറഞ്ഞപ്പം ഇവർ ലിങ്ക് ലക്ഷ്മൺ ഫ്ലാറ്റിലേക്ക് പോയി. അവിടെ ലിങ്ക് ലക്ഷ്മൺ ഫ്ലാറ്റിൽ എനിക്കൊരു പരിചയമുള്ള ഒരാൾ പുതിയതായിട്ടൊരു ഫ്ലാറ്റ് വാങ്ങിയിട്ടുണ്ട്. അവിടെ പൂജകളൊക്കെ നടത്തണം, അവർ ഗണപതി ഹോമം നടത്തണം, അതിനൊരു ചാർട്ട് എഴുതി വേണം, അങ്ങ് ഇങ്ങോട്ട് വരാണെങ്കിൽ ഞാനിവിടെ നിൽക്കാം, എന്നെ കൂട്ടിക്കൊണ്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് തന്ത്രി ആ ലിങ്ക് ലക്ഷ്മൺ ഫ്ലാറ്റിൽ ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ അവർ ടി വിയിലൊത്തി കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിലും കഴുത്തിലും ഒക്കെ സ്വർണ്ണാഭരണങ്ങളുണ്ട്. അദ്ദേഹത്തെ എന്നെ ആക്രമിച്ച് ഇതെല്ലാം കവർന്നെടുക്കുക, അദ്ദേഹത്തെ ബ്ലാക്ക് മെയിൽ ചെയ്യുക എന്ന ദുരുദ്ദേശത്തോടെ ഈ ശോഭാ ജോണും ബിച്ചു റഹ്മാനും ഈ കാര്യങ്ങൾ മുഴുവൻ അറിയാവുന്ന ഒരാളാണ് ഈ ചാനൽ ചർച്ചയിലിരിക്കുന്ന ജയേന്ദ്ര സാർ. അദ്ദേഹം ഇതിനെ പറ്റി പരമ്പര എഴുതിയ ആളാണ്. അവിടെ ചെല്ലുന്നു, തന്ത്രി അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിക്കുന്നു, അദ്ദേഹത്തെ അടിച്ചു. അദ്ദേഹത്തിൻ്റെ കയ്യിലും കഴുത്തിലുള്ള ആഭരണങ്ങളെല്ലാം അവർ കവർന്നെടുത്തു. അദ്ദേഹത്തിൻ്റെ 20,000 രൂപയും മൊബൈൽ ഫോണും എല്ലാം തട്ടിയെടുത്തു. അതിനുശേഷം 30 ലക്ഷം രൂപ അവർ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തെ എൻ്റെ കയ്യിൽ അന്നേരം പൈസ ഇല്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു വീട്ടിലാണ് പൈസ ഇരിക്കുന്നത്, വീട്ടിൽ വന്നാൽ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ തന്ത്രി മുന്നേ പോയി തൊട്ട് പുറകെ ശോഭാ ജോൺ ടീം ചെന്നു. അവിടെ ചെന്നപ്പോൾ തന്ത്രിയെ കണ്ടപ്പോഴത്തേക്ക് വീട്ടുകാർക്ക് കഴുത്തില കയ്യിലെ ആഭരണങ്ങളൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ മുഖമെല്ലാം വളരെ ഇതായിട്ടിരിക്കുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ അമ്മ ദേവകി അന്തർജനം അപ്പോഴാദ്യം വിളിക്കുന്നത് രാഹുൽ ഈശ്വറിനെ വിളിക്കുന്നു. രാഹുൽ ഈശ്വർ എന്ന് കിരൺ ടി വിയുടെ അവതാരകനാണ്. അദ്ദേഹത്തെ വിളിച്ച ഉടനെ ബ്രേക്കിംഗ് ന്യൂസായിട്ട് ടി വി വന്നു, ശബരിമല തന്ത്രിയെ തട്ടിക്കൊണ്ടുപോയി. അന്ന് പോലീസ് അന്വേഷിച്ചപ്പം ശബരിമല തന്ത്രിയെ തട്ടിക്കൊണ്ടുപോയതല്ല, ശബരിമല തന്ത്രി ശോഭാ ജോണിൻ്റെ വീട്ടിൽ ചെന്നതാണെന്ന് പറഞ്ഞു. അപ്പം കുപ്രസിദ്ധ ഗുണ്ടയായിട്ടുള്ള ശോഭാ ജോണിൻ്റെ വീട്ടിൽ ശബരിമല തന്ത്രി ചെല്ലേണ്ട കാര്യമില്ല, അത് മറ്റൊരു രീതിയിൽ ഇത് വ്യാഖ്യാനിക്കപ്പെട്ടു. ഇതാണ് സംഭവം.
ഈ കേസിൽ അദ്ദേഹം കുറ്റവിമുക്തനായി. പിന്നെ സോഷ്യൽ മീഡിയ വഴിയും തന്ത്രി രാജീവരുടെ അനുചരരും അദ്ദേഹത്തിൻ്റെ പരിചാരക വൃന്ദം എല്ലാമാണ് ഇദ്ദേഹത്തിനെതിരെ ഈ വിവരം പൊലിപ്പിച്ചത്. അന്ന് ഈ രാമൻ നായരാണ് ദേവസ്വം ബോർഡ് തന്ത്രിയെ ആരും മാറ്റി നിർത്തിയിട്ടില്ല. അദ്ദേഹത്തോട് ഈ വിവാദം ഉണ്ടായപ്പം വിവാദം തീരുന്നിടം വരെ ഒന്ന് മാറി നിൽക്കാമോ എന്ന് രാമൻ നായർ ചോദിച്ചു. അദ്ദേഹം അത് സമ്മതിച്ചു. അല്ലാതെ തന്ത്രിയെ ഒരിടത്തും ആരും മാറ്റി നിർത്തിയിട്ടില്ല. അതിനുശേഷം ജസ്റ്റിസ് പരിപൂർണ കമ്മീഷൻ്റെ കാര്യം പറഞ്ഞു. ജസ്റ്റിസ് പരിപൂർണ കമ്മീഷനെ നിയോഗിച്ചെന്തിനാണ്? 2005 മുതൽ 2007 വരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന അഡ്വക്കേറ്റ് ജി രാമൻ നായർ, മെമ്പർമാരായിരുന്ന എം പി ശ്രീകുമാർ, പുനലൂർ മധു, ഇവർ 3 പേരും കാട്ടിയ അഴിമതിക്കെതിരെ അവരുടെ അഴിമതിയെ ചോദ്യം ചെയ്തുകൊണ്ട് അമ്പലപ്പുഴ സി രാധാകൃഷ്ണൻ കേരള ഹൈക്കോടതിക്ക് സമർപ്പിച്ച പരാതി, ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കവെയാണ് ജസ്റ്റിസ് പരിപൂർണ കമ്മീഷൻ തന്ത്രിയെ വിളിച്ചു വരുന്നത്. തന്ത്രിയോട് ചോദിച്ചപ്പോൾ തന്ത്രി പറഞ്ഞു തന്ത്രി ഇത്തരം കാര്യങ്ങളൊന്നും കോടതി പറയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ ഒരു പരാമർശം ഉണ്ടായത്. ഞാൻ പൂർത്തിയാക്കാൻ എനിക്ക് സമയം തന്നാലേ പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. ശരി പറഞ്ഞോളൂ. അപ്പം ജസ്റ്റിസ് പരിപൂർണ കമ്മീഷനെ വെച്ചത് രാമൻ നായരുടെ ബോർഡിനെ കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുക. തന്ത്രിയുടെ യോഗ്യത അളക്കാനല്ല. തന്ത്രിയുടെ യോഗ്യത അളക്കണം മറ്റ് തന്ത്രിമാരെ, തന്ത്രി മണ്ഡലമുണ്ട്, തന്ത്രി സമാജമുണ്ട്, അതുപോലെ ഉന്നതരായിട്ടുള്ള തന്ത്രിമാർ, ആ തന്ത്രിമാർ കൂടി ഇരുന്നിട്ട് വേണം ഈ ഒരു തന്ത്രിയുടെ യോഗ്യത അളക്കാൻ. ജസ്റ്റിസ് പരിപൂർണ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നതിൽ നിന്ന് വ്യതിചലിച്ച് അദ്ദേഹം തന്ത്രിയിലേക്ക് എത്തി. അത് മാധ്യമങ്ങൾ ഹൈലൈറ്റ് ചെയ്തു. അങ്ങനെയാണ് മോഹൻ്റെ വെടക്കാക്കി ഈ മോഹനരുടെ അവകാശം, അതായത് താഴോൺ മഠത്തിലെ താന്ത്രിക അവകാശം രാജീവർ കൈയടക്കുമായിരുന്നു. 20 വർഷം കഴിഞ്ഞപ്പോൾ 1-ന് 10 10-ന് 100 100 1000 1000 തിരിച്ചു കിട്ടി. കൊടുത്താൽ കൊല്ലത്തും കിട്ടും. ഇത് ഭഗവാന്റെ മുമ്പിലാണ്, ഭഗവാന്റെ മുന്നിലാണ് ഈ പിത്തലാട്ടം മുഴുവൻ നടത്തിയത്. മോഹനൊരു പേഴ്സണലായിട്ട് ഒരു പെണ്ണ് കേസിലാണ്, പെണ്ണ് കേസിലല്ല, കോടതി തെളിഞ്ഞല്ലോ അദ്ദേഹത്തെ ബ്ലാക്ക്മെയിൽ ചെയ്ത്. അദ്ദേഹം കേസിൽ വാദിയായിരുന്നു, അദ്ദേഹം പ്രതിയായിരുന്നില്ല, അദ്ദേഹം കേസിലെ വാദിയായിരുന്നു. ആ വാദിയെ കോടതി വെറുതെ വിട്ടു. കുറ്റവാളികളെല്ലാം ശിക്ഷിച്ച് അകത്തുപോയി. പക്ഷേ അതിൻ്റെ പിന്നിൽ ഇദ്ദേഹത്തെ മോശക്കാരനാക്കി, ഇദ്ദേഹത്തെ ശബരിമല കയറാത്ത പരുവത്തിലാക്കിയതിന് ഉത്തരവാദിത്തം രാജീവ് തന്ത്രിക്കൊണ്ട് പൂർണ്ണമായിട്ടും. ഞാൻ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ ഈ കേസിൻ്റെ പിന്നാലെ സഞ്ചരിച്ച ഒരു വ്യക്തിയാണ്. എല്ലാ തെളിവുകളും എൻ്റെ പക്കലുണ്ട്. ആ തെളിവുകൾ നല്ലൊരു പങ്ക് ജയേന്ദ്ര സാറിൻ്റെ കയ്യിലുമുണ്ട്. അദ്ദേഹം ഇതേക്കുറിച്ച് അന്വേഷണം നടത്തുക. അദ്ദേഹം മെട്രോ വാർത്ത പരമ്പര എഴുതിയ ആളാണ്. അപ്പം ഞങ്ങൾ പറയുന്നത് തന്ത്രി രാജീവര് ശബരിമലത്തെ മുഖ്യതന്ത്രി, ഞാൻ പറഞ്ഞല്ലോ, താഴമൺ മഠത്തിനാണ് ശബരിമലയിലെ താന്ത്രിക അവകാശം. താഴമൺ മഠത്തിൻ്റെ താന്ത്രിക അവകാശം എന്ന് പറഞ്ഞാൽ മാവേലിക്കര സബ് കോടതി വിധിയാണ്. 3 തന്ത്രി കുടുംബങ്ങൾക്കാണ് ശബരിമലത്തെ താന്ത്രികാവകാശം. കണ്ഠര് നീലകണ്ഠര് തന്ത്രി, കണ്ഠരും മഹേശ്വരി തന്ത്രി, കണ്ഠര് നീലകണ്ഠര് തന്ത്രി. അത് നീലകണ്ഠ തന്ത്രികളെ പിന്തുടർച്ചക്കാരായിട്ട് പുരുഷ സന്താനങ്ങളില്ലാത്തതുകൊണ്ട്, സന്താനങ്ങളില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ അവകാശം ഇല്ലാതായി. അദ്ദേഹം തന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഊഴത്തിൽ മോഹനൻ തന്ത്രിയാണ് ശബരിമലയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം മഹേശ്വര തന്ത്രിയുടെ ടേണിലും മോഹനൻ തന്ത്രിയാണ് ശബരിമലയ്ക്ക് പോയിരിക്കുന്നത്. അപ്പോൾ അടുത്തടുത്ത് 2 വർഷം മോഹനൻ തന്ത്രി ശബരിമലയ്ക്ക് പോകുന്നു. 3-ാമത്തെ വർഷമാണ് രാജീവ് തന്ത്രി ശബരിമല വരുന്നത്. ഇപ്പോൾ ഈ 2 വർഷം അടുപ്പിച്ച് മോഹനൻ തന്ത്രി ഇരിക്കുമ്പോൾ മോഹനൻ തന്ത്രിക്ക് ഒരുപാട് ആരാധകരുണ്ടായി, ഒരുപാട് പണമുണ്ടായി, ഒരുപാട് സൗകര്യങ്ങളുണ്ടായി, പേരും പ്രശസ്തിയുണ്ടായി. ഇതും അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. അപ്പോൾ അദ്ദേഹം ഈ അവസരം ശരിയായിട്ട് വിനിയോഗിച്ചു. അദ്ദേഹത്തിൻ്റെ ഉപജാപകർ, അദ്ദേഹത്തിൻ്റെ ആരാധകർ, അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവർ മോഹനൻ തന്ത്രിക്കെതിരെ ഉപജാപക വൃന്ദം ആണ് ഇതുണ്ടാക്കിയത്. 2018 പിന്നെ മഹേശ്വരി തന്ത്രിയുടെ ശതാഭിഷേകം നടക്കുന്നത്. ആ ശതാഭിഷേകത്തിൻ്റെ തലേ ദിവസം രാത്രി 3:30 വരെ ഞാനും അന്തരിച്ച CMP നേതാവ് KR അരവിന്ദാക്ഷനും രാജീവ് തന്ത്രിയുടെ വീട്ടിൽ ചെന്നു. രാജീവ് തന്ത്രിയുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞു, വലിയ തന്ത്രിയുടെ ശതാഭിഷേകമാണ്, അങ്ങ് തീർച്ചയായിട്ടും കുടുംബസമേതം പങ്കെടുക്കണമെന്ന്. ഞങ്ങൾ പോകത്തില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് പോകുന്നില്ല എന്നറിയോ? ക്രൈം എന്ന ഒരു മാസികയിൽ രാജീവ് തന്ത്രിയെക്കുറിച്ചും രാജീവ് തന്ത്രിയുടെ കുടുംബാംഗങ്ങളെക്കുറിച്ചും മോശപ്പെട്ട ചിത്രങ്ങളടങ്ങിയ ഒരു ഫീച്ചർ പ്രസിദ്ധീകരിച്ചു. ഈ ഫീച്ചർ പ്രസിദ്ധീകരിച്ചതിന് 5 ലക്ഷം രൂപ കൊടുത്ത് ചെയ്യിച്ചത് മോഹന തന്ത്രിയായിരുന്നു എന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആരോപണം. മോഹനൻ തന്ത്രിയും ഗൾഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പരികർമ്മ ഈശ്വരൻ എന്ന് പറയും, അദ്ദേഹം മരിച്ചുപോയി. ഇവർ 2 പേരോടാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞു. ഞാനും അരവിന്ദാക്ഷൻ ഞാനുള്ള അവിടെ ഇരുന്നു. അപ്പോൾ തന്നെ മോഹനരെ വിളിച്ച് സംസാരിച്ചു, ഗൾഫിനെ വിളിച്ച് സംസാരിച്ചു. അദ്ദേഹം നിരപരാധി പറഞ്ഞു. തെറ്റായിട്ടുള്ള ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തത്. കാരണം മോഹനൻ തന്ത്രിയാണ് ജയിച്ചതെന്ന് അദ്ദേഹം വിചാരിച്ചു. ഇതിൻ്റെ എല്ലാം തെളിവ് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ തെളിവ് സ്മൃതിക്ക് തരാം. അവസാനം അന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നിരുന്നു. മുഖ്യമന്ത്രിയോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ പോലും അവർ സമ്മതിച്ചില്ല. പിന്നെ ഒരു ഫോട്ടോ എടുത്തിട്ട് പോയി. ഭക്ഷണം പോലും അദ്ദേഹം കഴിച്ചിട്ടില്ല. കാരണം താഴവൺ മഠത്തിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മൂക്കത്തിൽ വിരൽ വെക്കും. അതേ രീതിയിൽ ചരിത്രങ്ങൾ പറയാനുണ്ട്. ഇതിൻ്റെ അകത്ത് ഗൂഢാലോചന, അവനവൻ ചെയ്യുന്നതിന് താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ഇതിപ്പോൾ ആരും അയ്യപ്പന്റെ ശിക്ഷയാണ്. ഈ കാര്യങ്ങൾ ചാനൽ ചർച്ച പറയാൻ പറ്റില്ല. മുഴുവൻ ഇത് 13 പേജുണ്ട്. ശരി, നമുക്ക് 13 പേജുണ്ട്. ഈ 13 പേജ് രേഖകൾ 2 ദിവസം കൊണ്ട് കരസ്ഥമാക്കിയതാണ്. റിപ്പോർട്ടർ ചാനലിന് കൈമാറാം.
തീർച്ചയായും, റിപ്പോർട്ടർ ചാനൽ ഞാനിത് കൈമാറാം. അങ്ങേ ബന്ധപ്പെടുന്നതായിരിക്കും ഉറപ്പായിട്ടും. അങ്ങ് പറഞ്ഞ ഞാൻ തെളിവില്ലാതെ, വ്യക്തമായ തെളിവില്ലാതെ, കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. നമ്മുടെ സമയക്കുറവ് മൂലം ഇന്ന് തൽക്കാലം വ്യക്തമായ തെളിവില്ലാതെ, ആധികാരികമായ രേഖയുടെ പിൻബലമില്ലാതെ ഞാൻ ഇതൊന്നും പറയത്തില്ല. ജയേന്ദ്ര സാർ അറിയാം. ജയേന്ദ്ര സാറിന്റെ ബാക്കി തെളിവുകളുണ്ട്, അദ്ദേഹം ചോദിച്ചു നോക്കൂ. ശരി. Debate with Smriti Parathikkad.